സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ നാവികസേന മോചിപ്പിച്ചു. 40 മണിക്കൂർ നീണ്ട ദൌത്യം വിജയിച്ചെന്ന നാവികസേന. കഴിഞ്ഞ ഡിസംബറിൽ തട്ടിക്കൊണ്ടുപോയ റുവാൻ എന്ന കപ്പലാണ് മോചിപ്പിച്ചത്. കപ്പലിലുണ്ടായിരുന്ന 17 ജീവനക്കാരെയും രക്ഷിച്ചു. ദൌത്യത്തിനിടെ കടൽ കൊള്ളക്കാർ നാവികസേനയ്ക്ക് നേരെ ഇന്നലെ വെടിയുതിർത്തിരുന്നു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, കഴിഞ്ഞ ഡിസംബറിൽ തട്ടിക്കൊണ്ടുപോയ കപ്പലാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. ഈ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണോ? ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? ആര്യ, ഇക്കാര്യം നാവികസേന തന്നെയാണ് അറിയിച്ചത്. 40 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഈ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ MV റുവാൻ എന്ന കപ്പൽ, ചരക്ക് കപ്പൽ, അത് മോചിപ്പിച്ചിരിക്കുന്നു. അതിലുണ്ടായിരുന്ന 17 ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷിച്ചിരിക്കുന്നു എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതിയാണ് അറബിക്കടലിൽ വെച്ച് കടൽ കൊള്ളക്കാർ MV റുവാൻ എന്ന മാൾട്ട ചരക്ക് കപ്പൽ തട്ടിക്കൊണ്ടുപോയത്. അന്ന് മുതൽ തന്നെ ഈ നാവികസേന ഈ കപ്പൽ കണ്ടെത്താനും ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ അടക്കം മോചിപ്പിക്കാനും ശ്രമങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോഴാണ് ഈ കപ്പലിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ഈ ദൗത്യം വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ തീരത്തു നിന്നും ഏതാണ്ട് 1400 നോട്ടിക്കൽ മൈൽ, അതായത് 2600 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ബൾഗേറിയ, അങ്കോള, മ്യാൻമർ പൗരന്മാരാണ്. 17 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. 35 കടൽ കൊള്ളക്കാരാണ് ഈ കപ്പൽ റാഞ്ചിയത്. ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നീക്കവും വിജയിച്ചു എന്നാണ് നാവികസേന പറയുന്നത്. എന്തായാലും ഇതിൽ നാവികസേനയുടെ പ്രധാനമായും INS കൊൽക്കത്ത എന്ന കപ്പലാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. അതിനോടൊപ്പം തന്നെ INS സുഭദ്ര, അതോടൊപ്പം മറ്റ് ചില കപ്പലുകളും ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചില എയർക്രാഫ്റ്റുകളും ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ കപ്പൽ മോചിപ്പിക്കാൻ ഉള്ള ശ്രമത്തിനിടെ ഈ കപ്പലിൽ നിന്ന് കടൽ കൊള്ളക്കാർ നാവികസേനയ്ക്ക് നേരെ വെടിയുതിർത്തിരുന്നു. നാവികസേന ഈ ഹെലികോപ്റ്ററിൽ ഈ കപ്പലിനടുത്തെത്തിയപ്പോഴാണ് സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. എന്തായാലും ഇതിൽ നാവികസേന ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. എങ്കിലും അതിനുശേഷവും ഈ ദൗത്യത്തിൽ തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ കപ്പൽ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ വീണ്ടെടുത്തിരിക്കുന്നത്.